ഇന്ന് നമ്മുടെ ക്ലാസ്സിൽ പഠിക്കുന്നത് സാമൂഹ്യ ക്ഷേമ പദ്ധതികൾ. നമ്മുടെ കേരള സർക്കാരിൻ്റെ സാമൂഹിക ക്ഷേമ പദ്ധതികളാണ് പഠിക്കുന്നത്. ആദ്യത്തെ നോക്കാം. ഗ്രാമീണ മേഖലയിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് പ്രാഥമിക ചികിത്സാ സൗകര്യങ്ങൾ എത്തിക്കുന്ന ആരോഗ്യ മേഖലയിലെ പ്രവർത്തകർ ഏത് പേരിൽ അറിയപ്പെടും? ഗ്രാമീണ മേഖലയിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് പ്രാഥമിക ചികിത്സാ സൗകര്യങ്ങൾ എത്തിക്കുന്ന ആരോഗ്യ മേഖലയിലെ പ്രവർത്തകരാണ് ആശാ പ്രവർത്തകർ, അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ്. അപ്പം ആശാപ്രവർത്തകരാണ് ഗ്രാമീണ മേഖലയിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് പ്രാഥമിക ചികിത്സാ സൗകര്യങ്ങൾ എത്തിക്കുന്ന ആരോഗ്യ മേഖലയിലെ പ്രവർത്തകരാണ്. ഇവർ 25-നും 45-നും ഇടയിൽ പ്രായമുള്ള 10ാം ക്ലാസ് ജയിച്ചവരായിരിക്കണം. തദ്ദേശീയരായ വനിതകളെയാണ് ഓരോ വാർഡിലേക്കും ആശാപ്രവർത്തകരായിട്ട് നിയമിക്കുന്നത്. 25-നും 45-നും ഇടയിൽ പ്രായം. ഇനി നമുക്കറിയാം, സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ തടയാനായിട്ട് സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി ഏതാ? നിങ്ങൾ പറഞ്ഞേ. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ തടയാനായിട്ട് സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി നിർഭയ ആണ്. അത് ഉദ്ഘാടനം ചെയ്തത് സോണിയാഗാന്ധി. ഇനി അക്രമത്തിനിരയാകുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും ആവശ്യമായ സഹായം ലഭ്യമാക്കാനായിട്ട് കുടുംബശ്രീ വഴി തുടങ്ങിയ അഭയ കേന്ദ്രമാണേത്? കുടുംബശ്രീ വഴി തുടങ്ങിയത് ഏതാണ്? സ്നേഹിത. പിന്നെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ പേര് രേഖപ്പെടുത്തിയിട്ടുള്ള വിധവകൾ, നിയമാനുസൃത വിവാഹമോചനം നേടിയവർ, പിന്നെ പട്ടികവർഗത്തിലെ അവിവാഹിതരായ അമ്മമാർ, 30 വയസ്സ് കഴിഞ്ഞ അവിവാഹിതകൾ എന്നിവർക്ക് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എംപ്ലോയ്മെൻറ്റിൽ. അപ്പോൾ അതുവഴി അവർക്ക് സ്വയം തൊഴിൽ പദ്ധതി, അതാണ് ശരണ്യ എന്ന് പറയും. എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്ത വിധവകൾ, നിയമാനുസൃത വിവാഹമോചനം നേടിയവർ, 30 വയസ്സ് കഴിഞ്ഞ അവിവാഹിതർ, ഭർത്താവ് ഉപേക്ഷിച്ചു പോയവർ, പിന്നെ പട്ടികവർഗക്കാരിൽ അവിവാഹിതരായ അമ്മമാർ, അവർക്കൊക്കെ അശരണരായ വനിതകൾക്ക് സ്വയം തൊഴിൽ പദ്ധതിയാണ് ഏത്? ശരണ്യ. അശരണരായ വനിതകൾക്കുള്ള സ്വയം തൊഴിൽ പദ്ധതി ഏതാണ്? ശരണ്യാണ്. അതുപോലെ തന്നെ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന മാതാപിതാക്കളുടെ പെൺമക്കൾക്ക് ആ കുട്ടികളുടെ വിവാഹം നടത്താൻ വേണ്ടി ധനസഹായം നൽകുന്നൊരു പദ്ധതിയുണ്ട്. സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന മാതാപിതാക്കളുടെ പെൺകുട്ടികൾക്ക് അവരുടെ പെൺകുട്ടികളുടെ കല്യാണം നടത്താൻ വേണ്ടിയിട്ട് ധനസഹായം നൽകുന്ന പദ്ധതി അതെന്താണെന്നറിയോ? പ്രത്യാശയാണ്. അതാണ് പ്രത്യാശ എന്ന് പറയും. ഈ പ്രത്യാശ വേറെ ഒരെണ്ണം കൂടെ ഉണ്ട്. എന്താണെന്നറിയാമോ? അത് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന, കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന അരക്ഷിത സമൂഹത്തിനായുള്ള ഉപജീവന പദ്ധതിയുടെ പേരും പ്രത്യാശ തന്നെയാണ്. 2 പ്രത്യാശയുണ്ട്. സംസ്ഥാന സർക്കാരിൻ്റെ പ്രത്യാശ എന്താ? പാവപ്പെട്ട മാതാപിതാക്കളുടെ പെൺകുട്ടികളെ വിവാഹം കഴിക്കാൻ വേണ്ടിയുള്ള ധനസഹായം കൊടുക്കുക, പ്രത്യാശ. ഇനി കുടുംബശ്രീയുടെ നേതൃത്വത്തിലുള്ളത് പിന്നെ അരക്ഷിത സമൂഹത്തിനായിട്ടുള്ള ഉപജീവന പദ്ധതി, അതാണ് കുടുംബശ്രീയുടെ പ്രത്യാശ എന്ന് പറയുന്നത്. ഇനി മംഗല്യ പദ്ധതിയുണ്ട്. വിധവ, വിവാഹമോചിതരായ സ്ത്രീകൾ എന്നിവർക്കുള്ള പുനർവിവാഹ ധനസഹായ പദ്ധതി. വിധവ, അതുപോലെ തന്നെ വിവാഹമോചിതരായ സ്ത്രീകൾ എന്നിവർക്കുള്ള പുനർവിവാഹ ധനസഹായ പദ്ധതിയാണ് മംഗല്യ. 25,000 രൂപയാണ് ഇതിന് കിട്ടുന്ന ധനസഹായം. മംഗല്യ പദ്ധതിയിലൂടെ കിട്ടുന്ന എത്രയാ? 25,000 രൂപയാണ്. 18 മുതൽ 50 വയസ്സ് വരെയാണ് ഇതിൻ്റെ പ്രായപരിധി. 18 to 50. വിധവ, വിവാഹമോചിതരായ സ്ത്രീകൾ എന്നിവർക്കുള്ള പുനർവിവാഹ ധനസഹായ പദ്ധതിയാണ് മംഗല്യ. 25,000 രൂപയാണ് അതിൻ്റെ തുക എന്ന് പറയുന്നത്. ഇനി അക്രമങ്ങൾക്കിരയാകുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ തടയാനായിട്ടുള്ള പദ്ധതി നിർഭയ ഉദ്ഘാടനം ചെയ്ത് സോണിയാഗാന്ധി നമ്മൾ പഠിച്ചു. അക്രമങ്ങൾക്കിരയാകുന്ന സ്ത്രീകൾക്ക് ശാരീരികവും മാനസികവും നിയമപരവുമായ പരിരക്ഷ നൽകുന്ന പദ്ധതി. അക്രമങ്ങൾക്കിരയാകുന്ന സ്ത്രീകൾക്ക് ശാരീരികവും മാനസികവും നിയമപരവുമായ പരിരക്ഷ നൽകുന്ന പദ്ധതിയാണ് ഏത്? ഭൂമിക എന്ന് പറയും. ഭൂമികയാണ്.
ചൂഷണത്തിന് വിധേയരായിട്ട് അവിവാഹിത അവസ്ഥയിൽ അമ്മമാരായവർക്ക് പ്രതിമാസം ധനസഹായം നൽകുന്നത് സ്നേഹസ്പർശം. ചൂഷണത്തിന് വിധേയരായി അവിവാഹിത അവസ്ഥയിൽ അമ്മമാരായവർക്ക് പ്രതിമാസ ധനസഹായ പദ്ധതിയാണ് സ്നേഹസ്പർശം. സ്നേഹസ്പർശം. ഈ സ്നേഹസ്പർശം പദ്ധതിയിലൂടെ 2000 രൂപയാണ് മാസം കിട്ടുന്നത് കേട്ടോ. 2000 രൂപയാണ് നിലവിൽ കിട്ടുന്ന. ആദ്യം 1000 രൂപയായിരുന്നു, ഇപ്പോൾ അത് 2000 ആക്കിയിട്ടുണ്ട്. അപ്പം നിർഭയ, ഭൂമിക, സ്നേഹസ്പർശം, മംഗല്യ, പ്രത്യാശ 2 പഠിച്ചു അല്ലേ. ഇനി നോക്കിയേ, സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള അതിക്രമങ്ങൾ തടയാനും അതിന് ഇരയായവരെ സംരക്ഷിക്കാനുമുള്ള പദ്ധതിയാണ് തൂവൽ സ്പർശം. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള അതിക്രമങ്ങൾ തടയാനും അതിന് ഇരയായവരെ സംരക്ഷിക്കാനുമുള്ളൊരു പദ്ധതിയാണ് തൂവൽ സ്പർശം എന്ന് പറയും. തൂവൽ സ്പർശം. അക്രമത്തിനിരയായ സ്ത്രീകൾക്കും കുട്ടികൾക്കും ആവശ്യമായ സഹായം നൽകാനായിട്ട് കുടുംബശ്രീ ഒരുക്കിയ ഒരു പദ്ധതി, കുടുംബശ്രീ വഴി തുടങ്ങിയ പദ്ധതിയാണ് അഭയ കേന്ദ്രം. അതാണ് സ്നേഹിത. ഒന്നുകൂടെ ഞാൻ പറയാതെ, അക്രമത്തിനിരയാകുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും ആവശ്യമായ സഹായം ലഭ്യമാക്കുന്നതിനായിട്ട് കുടുംബശ്രീ വഴി തുടങ്ങിയ അഭയ കേന്ദ്രമാണ് സ്നേഹിത. കുടുംബശ്രീ വഴി തുടങ്ങിയ അഭയ കേന്ദ്രമാണ് സ്നേഹിത. അപ്പോൾ ശരണ്യ പഠിച്ചായിരുന്നു, സ്നേഹിത പഠിച്ചു, തൂവൽ സ്പർശം പഠിച്ചു, ആശാവർക്കർ പഠിച്ചു, നിർഭയ എന്താന്ന് പഠിച്ചു, ഭൂമിക പഠിച്ചോ? ഭൂമിക, സ്നേഹസ്പർശം, മംഗല്യ, പ്രത്യാശ, ഇത്രയും പഠിച്ചല്ലേ. ഇനി നമുക്ക് നോക്കാവേ, സീതാലയം. എന്താ സീതാലയം? ഹോമിയോപ്പതി വകുപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ച സ്ത്രീകളുടെ മാനസിക ആരോഗ്യ സാമൂഹിക ശാക്തീകരണ പദ്ധതിയാണ്. ഹോമിയോപ്പതി വകുപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ച സ്ത്രീകളുടെ മാനസിക ആരോഗ്യ സാമൂഹിക ശാക്തീകരണത്തിൻ്റെ പദ്ധതിയാണേത്? അതാണ് സീതാലയം. ഹോമിയോപ്പതി വകുപ്പിൻ്റെ നേതൃത്വത്തിൽ സീതാലയം. ഇനി സമൂഹത്തിൻ്റെ ശ്രദ്ധയും പരിരക്ഷണവും ഒക്കെ വേണ്ട കുട്ടികൾക്ക് വേണ്ടിയിട്ട് കേരള ഗവൺമെൻറ് ആരംഭിച്ചൊരു പദ്ധതിയുണ്ട്. സമൂഹത്തിൽ ശ്രദ്ധയും പരിചരണവും വേണ്ട കുട്ടികൾക്ക് വേണ്ടിയിട്ട് കേരള ഗവൺമെൻറ് ആരംഭിച്ചൊരു പദ്ധതിയുണ്ട്. അതേതാണെന്നറിയാവോ? അതാണ് ബാലനിധി. ഇതിൻ്റെ ബ്രാൻഡ് അംബാസിഡറാണ് ചിത്ര. സമൂഹത്തിൻ്റെ ശ്രദ്ധയും പരിചരണവും ആവശ്യമുള്ള കുട്ടികളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയാണേത്? ബാലനിധി. അതിൻ്റെ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? അത് KS ചിത്രയാണെന്ന് ഓർത്തിരിക്കുക. KS ചിത്രയാണ് ബാലനിധിയുടെ ബ്രാൻഡ് അംബാസിഡർ. ഇനി നമുക്ക് നോക്കാവേ, പിന്നെ മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള തിരഞ്ഞെടുക്കപ്പെട്ട ആശുപത്രികളിൽ ക്യാൻസറിനുള്ള ചികിത്സ സൗജന്യം. അത് ഏതാ പദ്ധതി? മെഡിക്കൽ കോളേജ് പോലെയുള്ള തിരഞ്ഞെടുക്കപ്പെട്ട ആശുപത്രികളിൽ ക്യാൻസറിനുള്ള ചികിത്സ സൗജന്യമായ പദ്ധതി, സൗജന്യമാക്കുന്ന പദ്ധതി അതേതാണെന്നറിയാവോ? അതാണ് സുകൃതം പദ്ധതി. തിരഞ്ഞെടുത്ത ആശുപത്രികൾക്കാണ് കേട്ടോ. മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള തിരഞ്ഞെടുക്കപ്പെട്ട ആശുപത്രികളിൽ ക്യാൻസർ ചികിത്സ സൗജന്യം, സുകൃതം. ഇനി അർബുദം നേരത്തെ കണ്ടെത്തി തടയാനും ചികിത്സ ഉറപ്പാക്കാനും അതുമായി ബന്ധപ്പെട്ട ബോധവൽക്കരണവുമായി ബന്ധപ്പെട്ട പരിപാടി ഏതാ? അർബുദം നേരത്തെ കണ്ടെത്തി തടയാനും ചികിത്സ ഉറപ്പാക്കാനുമുള്ള അതിൻ്റെ ഒരു പദ്ധതി എന്താ? അത് സ്വാസ്ഥ്യമാണ്. സ്വാസ്ഥ്യം പദ്ധതി. സ്വാസ്ഥ്യം. പിന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, കിടപ്പ് രോഗികളെ ശുശ്രൂഷിക്കുന്നവർക്ക്, അതായത് കിടപ്പിലായ രോഗികൾ കാണുമല്ലോ, കിടപ്പ് രോഗികളെ ശുശ്രൂഷിക്കുന്നവർക്ക് പ്രതിമാസ പെൻഷൻ നൽകുന്ന പദ്ധതി. കിടപ്പ് രോഗികളെ ശുശ്രൂഷിക്കുന്നവർക്ക് പ്രതിമാസ പെൻഷൻ നൽകുന്ന പദ്ധതി ഏതാണ്? അതാണ് ആശ്വാസകിരണം. ഇതുവഴി എത്ര രൂപ കിട്ടും? കിടപ്പ് രോഗികളെ സംരക്ഷിക്കുന്നവർക്ക് ഇതുവഴി എത്ര രൂപ കിട്ടും? 700 രൂപയാണ് കേട്ടോ. 700 രൂപയാണ്. കിടപ്പ് രോഗികളെ ശുശ്രൂഷിക്കുന്നതിന് പ്രതിമാസം പെൻഷൻ നൽകുന്ന പദ്ധതിയാണ് ആശ്വാസകിരണം. എന്താണ്? ആശ്വാസകിരണം. 700 രൂപയാണ് പ്രതിമാസം കിട്ടുന്നതെന്ന് ഓർത്തിരിക്കുക. പിന്നെ ഉണ്ടല്ലോ, വൃക്ക തകരാറായി.
വൃക്ക തകരാറ് മൂലം മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഡയാലിസിസിന് വിധേയരാകുന്ന BPL വിഭാഗത്തിൽപ്പെടുന്ന രോഗികൾക്ക് ധനസഹായം കൊടുക്കുകയാണ്. വൃക്ക തകരാറ് മൂലം മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഡയാലിസിസിന് വിധേയരാകുന്ന BPL വിഭാഗത്തിൽപ്പെട്ട രോഗികൾക്ക് ധനസഹായം അനുവദിക്കുന്ന പദ്ധതിയാണ് സമാശ്വാസം. എന്താണ്? ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. സമാശ്വാസം ഇത് ഈ പദ്ധതി മൂലം കിട്ടുന്നത് 1100 രൂപയാണ് കിട്ടുന്നത്. 1100 രൂപയാണ്. സമാശ്വാസം പദ്ധതിയിലൂടെ അനുവദിക്കുന്ന തുക എത്രയാണ്? 1100. വൃക്ക തകരാറ് മൂലം മാസത്തിൽ ഒരു വട്ടമെങ്കിലും ഓർത്ത് വെച്ചേക്കണേ. സമാശ്വാസം. പിന്നെ ഉണ്ടല്ലോ, പിന്നെ ഉള്ളത് സംസ്ഥാനത്തെ 18 വയസ്സിൽ താഴെയുള്ള അർബുദ, ഹൃദ്രോഗ, വൃക്കരോഗ ബാധിതരായ രോഗികൾക്ക്, ഹൃദ്രോഗമുണ്ട്, അർബുദം, ഹൃദ്രോഗം, വൃക്ക, അങ്ങനെയുള്ള രോഗികളെ സൗജന്യ ചികിത്സ, ഹൃദ്രോഗമുള്ളവർക്കും അർബുദ രോഗമുള്ളവർക്കും വൃക്കരോഗമുള്ളവർക്കും അല്ലേ, അങ്ങനെയുള്ളവർക്ക് സൗജന്യ ചികിത്സ ഉറപ്പാക്കുന്ന കേരള ഗവൺമെൻറ്റിൻ്റെ പദ്ധതിയാണ് ആരോഗ്യകിരണം. എന്താണ്? ആരോഗ്യകിരണം. അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. സംസ്ഥാനത്തെ 18 വയസ്സിൽ താഴെയുള്ള, 18 വയസ്സിന് താഴെയാണെന്ന് ഓർത്തോണേ, അർബുദ രോഗം ഉള്ളവരോ വൃക്കരോഗം ഉള്ളവർക്കോ ഹൃദ്രോഗം, ചെറുപ്പക്കാർ, അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സൗജന്യ ചികിത്സ നൽകുന്ന പദ്ധതി ആരോഗ്യകിരണമാണ്. ഇനിയുണ്ടല്ലോ, 24 മണിക്കൂറും ഡോക്ടർമാരിൽ നിന്നും ഫോണിലൂടെ അത്യാവശ്യ ഉപദേശങ്ങളും സംശയങ്ങളും സ്വീകരിക്കാനുള്ള പദ്ധതി. 24 മണിക്കൂറും ഡോക്ടർമാരിൽ നിന്നും ഫോണിലൂടെ അത്യാവശ്യ ഉപദേശങ്ങളും സംശയങ്ങളും സ്വീകരിക്കാനുള്ള പദ്ധതിയാണ് ഡയൽ എ ഡോക്ടർ. ഈ ഡയൽ എ ഡോക്ടർ അതിൻ്റെ ടോൾ ഫ്രീ നമ്പർ എന്ന് പറഞ്ഞത് 1056 1056 1056 അത് ജസ്റ്റ് ഒന്ന് ഓർത്താൽ മതി. ഇനി ജീവിതശൈലി രോഗങ്ങൾ, അതായത് ജീവിതശൈലി രോഗം എന്ന് പറഞ്ഞാൽ മറ്റേ ഷുഗറൊക്കെ ജീവിതശൈലി രോഗമല്ല. ജീവിതശൈലി രോഗങ്ങൾക്ക് സൗജന്യ രോഗനിർണയവും ചികിത്സയും ഉറപ്പുവരുത്തുന്ന ആരോഗ്യ പദ്ധതി. ജീവിതശൈലി രോഗങ്ങൾക്ക് സൗജന്യ രോഗനിർണയം നടത്തുകയാണ്. അതുപോലെ തന്നെ ചികിത്സയും ഉറപ്പുവരുത്തുന്ന ആരോഗ്യ പദ്ധതിയാണ് അമൃതം ആരോഗ്യം. ജീവിതശൈലി രോഗങ്ങൾക്ക് സൗജന്യ രോഗനിർണയവും ചികിത്സയും ഉറപ്പുവരുത്തുന്ന ആരോഗ്യ പദ്ധതിയാണ് ഏത്? അമൃതം ആരോഗ്യം. പിന്നെ നമുക്കറിയാം, ക്യാൻസർ, ഹൃദ്രോഗം, വൃക്കരോഗം, ഹീമോഫീലിയ എന്നീ രോഗങ്ങൾ ബാധിച്ച ക്യാൻസർ, ഹൃദ്രോഗം, വൃക്കരോഗം, ഹീമോഫീലിയ എന്നീ രോഗങ്ങൾ ബാധിച്ച സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവർക്കുള്ള ചികിത്സാ പദ്ധതിയാണ് കാരുണ്യ പദ്ധതി. ഇത് നമുക്കറിയാം, കാരുണ്യ ലോട്ടറിയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. ക്യാൻസർ, ഹൃദയരോഗം, വൃക്കരോഗം, ഹീമോഫീലിയ എന്നീ രോഗങ്ങൾ ബാധിച്ച സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവർക്കുള്ള ചികിത്സാ പദ്ധതിയാണ് കാരുണ്യ പദ്ധതി. കാരുണ്യ പദ്ധതി നടപ്പാക്കുന്ന വകുപ്പ് സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പാണ് കേട്ടോ. ഓക്കെ. ഇനി നമുക്ക് നോക്കാം ശ്രുതി തരംഗം ഇമ്പോർട്ടൻ്റ് ആണ്. ശ്രുതി തരംഗം PSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യനാണ്. എന്നതറിയാമോ? ശ്രവണ വൈകല്യമുള്ള 5 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്ക്, 5 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്ക് കോക്ലിയർ ഇംപ്ലാന്റേഷനിലൂടെ പൂർണ്ണമായിട്ടും കേൾവിശക്തി ലഭ്യമാക്കുന്ന പദ്ധതിയാണ് ശ്രുതി തരംഗം. ശ്രവണ വൈകല്യമുള്ള 5 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്ക് കോക്ലിയർ ഇംപ്ലാന്റേഷനിലൂടെ പൂർണ്ണമായിട്ടും കേൾവിശക്തി ലഭ്യമാക്കുന്ന ചികിത്സാ പദ്ധതിയാണ് ശ്രുതി തരംഗം. പിന്നെ മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവങ്ങളൊക്കെ മാറ്റി പിന്നെ അവയവങ്ങൾ ദാനം ചെയ്യാനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതിയാണ് മൃതസഞ്ജീവനിയുടെ ബ്രാൻഡ് അംബാസഡർ നമുക്കറിയാം, മമ്മൂട്ടിയല്ല മോഹൻലാൽ.
മമ്മൂട്ടി ഏതിൻ്റെ ബ്രാൻഡ് അംബാസഡറായിരുന്നോ? മമ്മൂട്ടി ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസിൻ്റെ ക്യാമ്പസ്, ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ്, അതുപോലെ തന്നെ മേക്ക് ഇൻ കേരളയുടെ ബ്രാൻഡ് അംബാസഡറാണ് മമ്മൂട്ടി. പിന്നെ ശുഭയാത്ര മൃതസഞ്ജീവനിയൊക്കെ വരുന്നതാണ് ആര്? മോഹൻലാലും ശുഭയാത്ര പദ്ധതി, അതുപോലെ തന്നെ മൃതസഞ്ജീവനി പദ്ധതിയുടെ ബ്രാൻഡ് അംബാസഡറെ. അതൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ് കേട്ടോ. അപ്പം നമ്മൾ ശ്രുതി തരംഗം പഠിച്ചു, മൃതസഞ്ജീവനി പഠിച്ചു. ഇനി നമുക്ക് നോക്കാവേ, 65 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുടെ ആരോഗ്യ സാമൂഹിക പരിരക്ഷ ഉറപ്പുവരുത്തുന്ന പദ്ധതി ഏതാ? 65 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുടെ ആരോഗ്യ സാമൂഹിക പരിരക്ഷ ഉറപ്പുവരുത്തുന്ന പദ്ധതി. 65 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുടെ ആരോഗ്യ പരിരക്ഷ ഉറപ്പുവരുത്തുന്ന പദ്ധതിയാണ് വയോമിത്രം. എന്താണ്? വയോമിത്രം. എൻഡോസൾഫാൻ മൂലം വൈകല്യം സംഭവിച്ച കുട്ടികൾക്കും കിടപ്പിലായവർക്കും ധനസഹായം നൽകുന്ന പദ്ധതിയാണ് സ്നേഹസ്വാന്തനം. എൻഡോസൾഫാൻ മൂലം വൈകല്യം സംഭവിച്ചവർക്കും കിടപ്പിലായവർക്കും ധനസഹായം നൽകുന്ന പദ്ധതിയാണ് ഏത്? സ്നേഹസ്വാന്തനം. കോക്ലിയർ ഇംപ്ലാന്റേഷനിലൂടെ കേൾവി കൊടുക്കുന്നത് ശ്രുതി തരംഗം. 5 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക്. മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവദാനം ചെയ്യുന്നത് മൃതസഞ്ജീവനി. 65 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുടെ ആരോഗ്യ സാമൂഹ്യ പരിരക്ഷ ഉറപ്പുവരുത്തുന്ന വയോമിത്രം. എൻഡോസൾഫാൻ മൂലം വൈകല്യം സംഭവിച്ച കിടപ്പിലായ അവർക്ക് ധനസഹായം കൊടുക്കുന്ന പദ്ധതിയാണ് സ്നേഹസ്വാന്തനം. ഇനി 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾക്ക് ഹൃദയ സംബന്ധമായ രോഗങ്ങൾ, നാഡീരോഗങ്ങൾ, പിന്നെ ഓട്ടിസം, അസ്ഥി വൈകല്യം അങ്ങനെയുള്ളത്, പിന്നെ എൻഡോസൾഫാൻ ബാധിച്ചവർക്കും ഡയാലിസിസ് ശസ്ത്രക്രിയ ഉൾപ്പെടെയുള്ള ചികിത്സാ ചെലവിനായിട്ട് 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് അതായത് ഭയങ്കരമായ രോഗങ്ങൾ, ചെറുതല്ല ഭയങ്കരമായ രോഗങ്ങൾ വരികയാണ്. അതിനുള്ള ധനസഹായമാണ് താലോലം അല്ലേ? താലോലം. എല്ലാം കട്ടി കൂടിയ രോഗങ്ങളല്ലേ, അതാ താലോലം. 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ഹൃദയ സംബന്ധമായ, നാഡീ സംബന്ധമായ, സെറിബ്രൽ പാൾസി, ഓട്ടിസം അങ്ങനെയൊക്കെയുള്ള രോഗങ്ങൾ വന്നാൽ അതിനുള്ള സൗജന്യ ചികിത്സ. അതാണ് താലോലം പദ്ധതി. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കുക. ഇനി എയ്ഡ്സ് ബോധവൽക്കരണത്തിന് വേണ്ടിയുള്ളൊരു പദ്ധതിയുണ്ട്. അതേതാ? എയ്ഡ്സ് ബോധവൽക്കരണത്തിന് വേണ്ടി ആയുർദളമാണ്. എയ്ഡ്സ് ബോധവൽക്കരണത്തിന് വേണ്ടിയുള്ളൊരു പദ്ധതിയാണ് ഏത്? ആയുർദളം. എയ്ഡ്സ് ബോധവൽക്കരണത്തിന് വേണ്ടിയുള്ള പദ്ധതിയാണ് ആയുർദളം. ഇനി സർക്കാർ ആശുപത്രികളിൽ സാധാരണക്കാർ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിച്ചുകൊണ്ട് ജനസൗഹൃദ ആശുപത്രികൾ തുടങ്ങാനുള്ള കേരള ഗവൺമെൻറ്റിൻ്റെ പദ്ധതിയാണ് ആർദ്രം. ഇത് പ്രീവിയസ്. സർക്കാർ ആശുപത്രികളിൽ സാധാരണക്കാർ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിച്ചുകൊണ്ട് ജനസൗഹൃദ ആശുപത്രികൾ തുടങ്ങുന്ന പദ്ധതി, അതാണ് ആർദ്രം. ആർദ്രമെന്ന് ഓർത്തിരിക്കുക. പിന്നെ കേരളത്തിലെ നഗരങ്ങളിലെ ചേരികളിൽ താമസിക്കുന്ന സാധാരണക്കാരുടെ ആരോഗ്യ സംരക്ഷണത്തിനായിട്ട് ആരോഗ്യവകുപ്പ് നടത്തുന്നൊരു പദ്ധതിയുണ്ട്. അതാണ് ഉഷസ് എന്ന് പറയും. കേരളത്തിലെ നഗരങ്ങളിലെ ചേരികളിൽ താമസിക്കുന്ന സാധാരണക്കാരില്ലേ, അവരുടെ ആരോഗ്യ സംരക്ഷണത്തിനായിട്ട് ആരോഗ്യവകുപ്പ് നടത്തുന്ന പദ്ധതിയുണ്ട്. അത് ഉഷസ്സാണ്. ഉഷസ്. പിന്നെ റോഡ് അപകടങ്ങളിൽ പെടുന്നവർക്കേ അടിയന്തര ചികിത്സ നൽകാനായിട്ട് കേരള പോലീസിൻ്റെ ഒരു പദ്ധതിയുണ്ട്. സ്മൈൽ എന്ന് പറയും. സ്മൈൽ. റോഡ് അപകടങ്ങളിൽ പെടുന്നവർക്ക് അടിയന്തര ചികിത്സ കൊടുക്കാനായിട്ട് കേരള പോലീസിൻ്റെ ഒരു പദ്ധതിയാണ് സ്മൈൽ പദ്ധതി എന്ന് പറയും. സ്മൈൽ. ഇനി അതുല്യം പദ്ധതി പ്രീവിയസ് ആണ്. അതുല്യം സംസ്ഥാന സാക്ഷരതാ മിഷന്റെ നേതൃത്വത്തിൽ എല്ലാ പഞ്ചായത്തിലും നടപ്പാക്കുന്ന പ്രാഥമിക വിദ്യാഭ്യാസ സാക്ഷരതാ പദ്ധതി. സംസ്ഥാന സാക്ഷരതാ മിഷന്റെ നേതൃത്വത്തിൽ എല്ലാ പഞ്ചായത്തിലും നടപ്പാക്കുന്ന പ്രാഥമിക വിദ്യാഭ്യാസ സാക്ഷരതാ പദ്ധതിയാണ് അതുല്യം. ഇതിൻ്റെ ബ്രാൻഡ് അംബാസഡർ ദിലീപാണ്. സംസ്ഥാന സാക്ഷരതാ മിഷന്റെ നേതൃത്വത്തിൽ എല്ലാ പഞ്ചായത്തിലും നടപ്പാക്കുന്ന പ്രാഥമിക വിദ്യാഭ്യാസ സാക്ഷരതാ പദ്ധതിയാണ് അതുല്യം.
ഇനി അനാഥരായ നവജാത ശിശുക്കളെ ഏറ്റെടുക്കാനുള്ള സാമൂഹ്യ ക്ഷേമ വകുപ്പിൻ്റെ ഒരു സംരംഭമുണ്ട്. അതെന്താ? അനാഥരായ നവജാത ശിശുക്കളെ ഏറ്റെടുക്കാനായിട്ട് ഉള്ള പദ്ധതി എന്താ? സാമൂഹ്യക്ഷേമ വകുപ്പിൻ്റെ അമ്മത്തൊട്ടിലാണ്. അമ്മത്തൊട്ടിൽ സ്ഥാപിക്കുന്നത് തിരുവനന്തപുരത്താണ് 2002 നവംബർ 14. അമ്മത്തൊട്ടിൽ തിരുവനന്തപുരത്ത് വന്ന ഏത് വർഷമാണ്? അന്താരാഷ്ട്ര പർവ്വത വർഷം ഏതാണോ അതേ വർഷം 2002 നവംബർ 14. നവംബർ 14. അപ്പം അതുല്യ പദ്ധതി ഇമ്പോർട്ടൻ്റ് ആണ്, അമ്മത്തൊട്ടിലും ഇമ്പോർട്ടൻ്റ്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് നോക്കാം. കേരള വിദ്യാഭ്യാസ വകുപ്പും വനവകുപ്പും കൂടി സംയുക്തമായിട്ട് നടത്തുന്ന ഒരു പദ്ധതിയുണ്ട്, എൻ്റെ മരം. കേരള വിദ്യാഭ്യാസ വകുപ്പും സംസ്ഥാന സർക്കാരും കൂടി, അതായത് വിദ്യാഭ്യാസ വകുപ്പും വനവകുപ്പും, സംസ്ഥാനമല്ല വനംവകുപ്പോടെ കൂടിയിട്ട് നടത്തുന്ന വനവൽക്കരണ പദ്ധതിയാണേത്? എൻ്റെ മരം. എൻ്റെ മരം, എൻ്റെ മരം. പിന്നെ ശബരിമലയിലെ ശുചീകരണമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടതാണെങ്കിലോ പുണ്യം പൂങ്കാവനം. ശബരിമലയിലെ ശുചീകരണ പ്രവർത്തനമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടതാണ് പുണ്യം പൂങ്കാവനം. പിന്നെ സംസ്ഥാനത്തെ ഹയർ സെക്കൻഡറി കോളേജ് തലത്തിൽ വിദ്യാർത്ഥികൾക്ക് പഠനത്തോടൊപ്പം ഏതെങ്കിലും ഒരു പ്രത്യേക തൊഴിൽ മേഖലയിൽ പരിശീലനം കൊടുക്കുകയാണ്. അതെന്താ? സംസ്ഥാനത്തെ ഹയർ സെക്കൻഡറി കോളേജ് തലത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് പഠനത്തോടൊപ്പം പ്രത്യേക തൊഴിൽ മേഖലയിൽ പരിശീലനം നൽകുന്ന പദ്ധതിയാണ് നൈപുണ്യം പദ്ധതി. നൈപുണ്യം പദ്ധതി, നൈപുണ്യം പദ്ധതി, നൈപുണ്യ പദ്ധതിയൊക്കെ ഒന്ന് പഠിച്ചു വെച്ചേക്കണേ. ഇനിയുള്ളത് സംസ്ഥാന ആയുർവേദ വകുപ്പ് നടപ്പാക്കുന്ന സ്കൂൾ തല ആരോഗ്യ പദ്ധതിയാണ്. സംസ്ഥാന ആയുർവേദ വകുപ്പ് നടപ്പാക്കുന്ന സ്കൂൾ തല ആരോഗ്യ പദ്ധതിയാണ് ബാലമുകുളം. എന്താണ്? ബാലമുകുളം, ബാലമുകുളം, ബാലമുകുളം. അപ്പോൾ സംസ്ഥാന ആയുർവേദ വകുപ്പ് നടപ്പാക്കുന്ന ആരോഗ്യ പദ്ധതി ബാലമുകുളം. ഇനിയുണ്ടല്ലോ, മാതാപിതാക്കൾ ഇരുവരും അഥവാ ഒരാൾ മരിച്ചു പോവുകയും ജീവിച്ചിരിക്കുന്ന അതായത് ഒരു കുട്ടിയുടെ രണ്ടുപേരും മാതാപിതാക്കൾ മരിച്ചു പോവാണ്, രണ്ടുപേരും മരിച്ചു, അല്ലെങ്കിൽ ഒരാൾ മരിച്ചിട്ട് മറ്റേ ആൾക്ക് നോക്കാനായിട്ടുള്ള കഴിവില്ല, അങ്ങനെയുള്ള കുട്ടികളൊക്കെ ഇല്ലേ? അങ്ങനെയുള്ള കുട്ടികൾക്ക് അവരുടെ ബന്ധുവീട്ടിൽ നിന്ന് രണ്ടുപേരും മരിച്ചു പോയെങ്കിൽ ബന്ധുവീട്ടിൽ നിന്ന് പഠിക്കുക, അങ്ങനെ സഹായം കൊടുക്കുന്നത്, ബന്ധുക്കളുടെ വീട്ടിൽ നിന്ന് പഠിക്കാനോ അങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടി, അങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടിയുള്ള ധനസഹായം സ്നേഹപൂർവ്വം എന്ന് പറയും. മാതാപിതാക്കൾ രണ്ടുപേരും മരിക്കുക, അല്ലെങ്കിൽ ഒരാൾ മരിച്ചു പോവുക, ഒരാൾ ജീവിച്ചിരിക്കുക, ജീവിച്ചിരിക്കുന്നയാൾക്ക് ഈ കുഞ്ഞുങ്ങളെ നോക്കാനുള്ളൊരു കഴിവില്ല, പിന്നെ രണ്ടുപേരും മരിച്ചെങ്കിൽ അവരെ ബന്ധുക്കൾ നോക്കുക, അങ്ങനെയുള്ള അത് അവർക്ക് അവരുടെ ബന്ധു വീട്ടുകളിൽ താമസിച്ചിട്ട് അവർക്ക് വിദ്യാഭ്യാസം നേടിയെടുക്കാൻ, വിദ്യാഭ്യാസം കൊടുക്കാനുള്ള ആണ് കേട്ടോ. ബന്ധുഭവനങ്ങളിൽ താമസിപ്പിച്ചിട്ട് വിദ്യാഭ്യാസം നൽകാനുള്ള ധനസഹായം നൽകുന്ന പദ്ധതിയാണ് സ്നേഹപൂർവ്വം, സ്നേഹപൂർവ്വം. ഇനി 18 വയസ്സിൽ താഴെയുള്ള ജന്മനാ ഹൃദയ വൈകല്യമുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന പദ്ധതി ഏതാ? 18 വയസ്സിൽ താഴെയുള്ള ജന്മനാ ഹൃദയ വൈകല്യമുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന പദ്ധതിയാണ് ഹൃദ്യ പദ്ധതി. ഹൃദ്യ എന്ന് പറയും. 18 വയസ്സിൽ താഴെയുള്ള ജന്മനാ ഹൃദയ വൈകല്യമുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന പദ്ധതിയാണേത്? അത് ഹൃദ്യ. അപ്പോൾ ഇത്രയും മതി ഇന്നത്തെ ക്ലാസ്സിൽ. അടുത്തൊരു വീഡിയോയും കൂടെ കൊണ്ട് നമുക്ക് കേരളത്തിലെ സാമൂഹിക ക്ഷേമ പദ്ധതികൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഈ ക്ലാസ് നിങ്ങൾക്ക് പ്രയോജനപ്രദമായ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക്